നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം. തെയ്യത്തിന്റെ നർത്തനം തെയ്യാട്ടമെന്നും തെയ്യത്തിന്റെ വേഷം തെയ്യക്കോലമെന്നും പറയപ്പെടുന്നു. വൃക്ഷാരാധന, പർവ്വതാരാധന, അമ്മ ദൈവാരാധന, പ്രേതാരാധന, ശൈവ വൈഷ്ണവാരാധന എന്നിങ്ങനെ പല ആരാധനാ രീതികളുടെയും സമന്വയമാണ് തെയ്യം. ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യത്തിന്റെ ഉൽപ്പത്തി എന്നാണ് ഡോക്ടർ ഹെമൻ ഗുണ്ടറ്റ് പറയുന്നത്. പണ്ടത്തെ സാമൂഹിക ജീവിതത്തിന്റെ പ്രതിഫലനങ്ങളാണ് നാടൻ കലകൾ. അവയിൽ പലതും അടിച്ചമർത്തപ്പെട്ട വ്യക്തികളുടെ ആത്മപ്രകാശനത്തിനുള്ള ഉപാധികളുമായിട്ട് പല തെയ്യങ്ങളും മാറിയിട്ടുണ്ട്. കാവുകളിലോ തറവാടുകളിലോ ആണ് പ്രധാനമായിട്ടും അനുഷ്ഠാന കലകൾ കെട്ടിയാടാറുള്ളത്. വളരെ മനോഹരമായ മുഖത്തെഴുത്തും കുരുത്തോലകളും പൂക്കളും മറ്റുപയോഗിച്ചുള്ള രക്തവർണ്ണാങ്കിതമായ ആട ആഭരണങ്ങളും ചെണ്ട, ചേങ്ങില, ഇലത്താളം, കറുങ്കുഴൽ, തകിൽ തുടങ്ങിയ വാദ്യമേളങ്ങളും ലാസ്യ താണ്ഡവ നൃത്താദികളും ഒക്കെയായിട്ട് സമ്മേളിക്കുന്ന തെയ്യം വിശ്വാസത്തോടൊപ്പം കലാസ്വാദന ചാരിത്യവും ഉണർത്തുന്നതാണ്. ക്ഷേത്രവും പൂജകളും വിഗ്രഹവും എന്നതിനപ്പുറത്തേക്ക് ദൈവികതയെ ഒതുക്കി നിർത്താതെ ദൈവങ്ങൾക്ക് തങ്ങളുടേതായ രൂപവും ഭാവവും ഒക്കെ നൽകി അതിന് അനുയോജ്യമായിട്ടുള്ള അനുഷ്ഠാന പിൻബലമൊക്കെ നൽകിക്കൊണ്ട് ഒരു ഉപാസനാ രീതിയെ മാനവരാശിക്ക് സമ്മാനിച്ച നമ്മുടെ പിതാമഹന്മാർ അവരുടെ ആ ഒരു ആവിഷ്കാര ആ ഒരു കലാബോധത്തെ നമുക്ക് അത്ഭുതത്തോടെ തന്നെയാണ് നോക്കി കാണാൻ പറ്റുള്ളൂ. കാരണം അത്ര മനോഹരമായിട്ടാണ് അവർ ഓരോ തെയ്യങ്ങളെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമുക്കറിയുന്ന പോലെ ഉത്തര കേരളത്തിലും കർണാടകത്തിലൊക്കെ പ്രചാരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളിൽ ഒന്നാണ് നമ്മുടെ അനുഷ്ഠാന കർമ്മമായിട്ടുള്ള തെയ്യം. അവിടെയാണ് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുക. കോഴിക്കോട് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങൾ മുതൽ തുടങ്ങുകയാണ്. അതായത് വടകര, കൊയിലാണ്ടി എന്നീ പ്രദേശങ്ങളിൽ തിറ എന്ന പേരിലാണ് കൂടുതൽ അവതരിപ്പിക്കുന്നത്. ഓരോ തെയ്യത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. തെയ്യവും കൃഷിയും തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഏറ്റവും നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ കുറുത്തി തെയ്യാണ്. കുറുത്തി തെയ്യം കാവുമുറ്റത്തേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് തന്നെ കയ്യിൽ അരിവാളും മുറവുമായാണ്. ഈ തെയ്യത്തിന്റെ കൃഷി ചെയ്യുന്ന ചുവടുകൾ നിറഞ്ഞു നിൽക്കുന്ന നെൽവയലും കൊയ്ത്തുമെല്ലാമാണ് നമുക്ക് കൺമുന്നിൽ കാണാനായിട്ട് സാധിക്കുക. തുലാം 10 തെയ്യം തന്നെ വിത്ത് വിതയ്ക്കുന്ന ഒരു പതിവുണ്ട് ചില വേലകളിൽ. ആദ്യത്തെ വിളവെടുപ്പിന് തുടക്കമിടുന്നതും തെയ്യങ്ങളായിരിക്കും. 500ഓളം തെയ്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. എങ്കിലും 120ഓളം തെയ്യങ്ങളാണ് സാധാരണ ആയിട്ടുള്ളത്.